of us are interested to know what will happen after death. Here we are discussing such a topic, the famous classical work Divine Comedy by Dante. Here we are discussing Canto 4. Divine Comedy Canto 4 ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്, and it was written by Dante. Divine Comedy is in fact a spiritual journey on the quest of truth. സത്യം കണ്ടെത്താനുള്ള അന്വേഷണം, ആ അന്വേഷണ യാത്രയാണ്. അതായത് നമ്മുടെ ഡാന്റെ സ്വർഗത്തിലേക്ക് നടത്തുന്ന ഒരു യാത്ര, അതാണ് ഈ കാൻറ്റോ 4 വിവരിക്കുന്നത്. ആൻഡ് കാൻറ്റോ 4 മെയിൻലി റിവീൽസ് ഡാന്റേസ് ഡൗട്ട്സ്. ഈ കാൻറ്റോ 4 നമുക്ക് ഒരുപാട് സംശയങ്ങൾ, ഡാന്റെയുടെ സംശയങ്ങൾ കാണാൻ സാധിക്കും. ആൻഡ് ഇറ്റ് വാസ് ബിയാട്രിസ് ഹു ഗൈഡ്സ് ഡാന്റെ ഇൻ ഹിസ് ജേർണി. ഈ യാത്രയിൽ ഡാന്റയെ നയിക്കുന്നത്, അല്ലെങ്കിൽ സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ ഡാന്റയെ വഴി കാണിച്ചു കൊടുക്കുന്നത് ബിയാട്രിസ് ആണ്. ആൻഡ് ഷീ റെപ്രസെന്റ്സ് ഡിവൈൻ ലവ്. ഈ ബിയാട്രിസ് പരിശുദ്ധമായ സ്നേഹത്തിന്റെ പ്രതീകമായിട്ട്, ആ ഒരു സിംബലായിട്ട് നിലനിൽക്കുന്നു. ആൻഡ് ഡാന്റേ ഈസ് സസ്പെൻഡഡ് ബിറ്റ്വീൻ ടു ഡൗട്ട്സ് ആൻഡ് സോ ഹി ബിക്കെയിം സൈലന്റ്. ഡാന്റേക്ക് രണ്ട് പ്രധാനപ്പെട്ട സംശയങ്ങളാണുള്ളത്. ഒരുപാട് സംശയങ്ങൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, അതിൽ പ്രധാനപ്പെട്ട രണ്ട് സംശയങ്ങളാണ്. ആ സംശയങ്ങളുടെ മുന്നിൽ അദ്ദേഹം നിശബ്ദരാകുന്നു. ആൻഡ് ഹി കമ്പയർസ് ഇറ്റ് ടു എ മാൻ ഹു ഈസ് ഈക്വലി പ്ലേസ്ഡ് ഇൻ ബിറ്റ്വീൻ ടു അട്രാക്റ്റീവ് ഓർ ഡിലീഷ്യസ് ഡിഷസ്. അതിൽ അദ്ദേഹം കമ്പയർ ചെയ്യുന്നത്, അതായത് രണ്ട് പ്രധാനപ്പെട്ട സംശയങ്ങളുടെ ഇടയിൽ അദ്ദേഹം സ്റ്റക്കായി പോകുന്നു. അതിനെ അദ്ദേഹം കമ്പയർ ചെയ്യുന്നത് നല്ല രണ്ട് ഭക്ഷണങ്ങൾ, രണ്ട് ഡെലീഷ്യസ് ഫുഡ് ഒരു പ്ലേറ്റില്, രണ്ട് പ്ലേറ്റിലായിട്ട് നിറച്ച് വെച്ചേക്കാണ്. രണ്ടും ഡിഫറെന്റ് ആയിട്ടുള്ള, എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള, അട്രാക്റ്റീവ് ആയിട്ടുള്ള, ഡെലീഷ്യസ് ആയിട്ടുള്ള രണ്ട് ഫുഡ്. ആ രണ്ട് ഭക്ഷണങ്ങളും ഒരു മനുഷ്യന്റെ മുന്നിൽ വെച്ച് കഴിഞ്ഞാൽ അത് ആ ഒരു അവസ്ഥയോടാണ് അദ്ദേഹം ഈ ഒരു സംശയത്തിന്റെ ഉള്ളിലുള്ള, അല്ലെങ്കിൽ സംശയങ്ങൾക്കിടയിലുള്ള ഡാന്റയെ കമ്പയർ ചെയ്യുന്നത്. And he may starve to death as he cannot make a choice. ഡാന്റേ പറയുന്നു, അങ്ങനെ ഒരു ഓപ്ഷൻ കിട്ടുകയാണെങ്കിൽ, രണ്ട് പ്ലേറ്റില് രണ്ടും ഇഷ്ടപ്പെട്ട ഭക്ഷണം കിട്ടുകയാണ് എങ്കിൽ ആ മനുഷ്യൻ he may starve to death, പട്ടിണി കിടന്ന് മരിച്ചു പോകും. കാരണം അയാൾക്കൊരു ഓപ്ഷൻ തെരഞ്ഞെടുക്കാൻ കഴിയില്ല. അതായത് രണ്ടും അയാൾക്ക് പ്രിയപ്പെട്ടതാണ്. അപ്പൊ അത് വേണോ ഇത് വേണോ എന്നുള്ള സംശയത്തിൽ രണ്ടും അയാൾക്ക് കഴിക്കാൻ കഴിയില്ല. അങ്ങനെ അയാള് പട്ടിണി കിടന്ന് മരിച്ചു പോകും എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെയാണ് സിമിലർലി സെയിം ഈസ് ദ കേസ് വെൻ എ ലാംബ് ഈസ് പ്ലേസ്ഡ് ഇൻ ബിറ്റ്വീൻ ടു വോൾസ്. രണ്ട് ചെന്നായ്ക്കളുടെ ഇടയിൽ ഒരു ആട്ടിൻകുട്ടിയെ കിട്ടിയാലും ഇതേ അവസ്ഥയായിരിക്കും ഉണ്ടാവുക. കാരണം ആട്ടിൻകുട്ടിയെ കിട്ടുമ്പോൾ അവര് ഷെയർ ചെയ്യുന്നതിനെ കുറിച്ചല്ല ചിന്തിക്കുക, ആര് അതിൽ ശക്തനായി ആ ആട്ടിൻകുട്ടിയെ ഒറ്റക്കടിക്കാം എന്ന ആ ഒരു ചിന്തയില് ഈ ചെന്നായ്ക്കൾ തമ്മിൽ അടികൂടും. അവസാനം രണ്ടുപേർക്കും പരിക്ക് പറ്റി രണ്ടുപേരും ആ ആട്ടിൻകുട്ടിയെ തിന്നാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അപ്പൊ അതേ അവസ്ഥയിലാണ് ഡാന്റേ ഇപ്പോൾ ഉള്ളത്. കാരണം രണ്ട് പ്രധാനപ്പെട്ട സംശയങ്ങളാണ് അദ്ദേഹത്തിനുള്ളത്. ആൻഡ് ബിയാട്രിസ് റിലേറ്റ്സ് ഡാന്റേസ് ഡൗട്ട്സ് ടു ദ തോട്ട്സ് ഓഫ് ഡാനിയേൽ ആൻഡ് ദ ക്രൂവൽ റൂളർ നെബുക്കദ്നേസർ. Beatrice relates Dante's doubts to the thoughts of Daniel and the cruel ruler Nebuchadnezzar. ഇവിടെ ഈ ഡാന്റെയുടെ സംശയങ്ങൾ, ഡാന്റേ എന്ന മനുഷ്യനെ നമ്മൾ പറഞ്ഞു കാൻറ്റോ 4 ഫുള്ളും സംശയങ്ങളാണ് പറയുന്നത്. അപ്പൊ ഈ സംശയങ്ങളൊക്കെ ഡാന്റേ ഇങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന സമയത്ത് ബിയാട്രിസ് അദ്ദേഹത്തിന്റെ ചിന്തകളെ കമ്പയർ ചെയ്യുന്നത് നെബൂഖദ്നേസർ എന്ന ക്രൂരനായ രാജാവിന്റെ സ്വപ്നത്തെ ഇന്റർപ്രറ്റ് ചെയ്ത ഡാനിയലിനോടാണ് ഈ ഡാന്റെയുടെ ചിന്തകളെ അവര് കമ്പയർ ചെയ്യുന്നത്. The first dream of Nebuchadnezzar was a statue that was destroyed by a stone from an unseen hands. ഇവിടെ നമ്മൾ പറഞ്ഞു, ഡാനിയലാണ് നെബൂഖദ്നേസറുടെ സ്വപ്നങ്ങൾ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്, വ്യാഖ്യാനിക്കുന്നത്. ബാബിലോണിലെ ക്രൂരനായ രാജാവാണ്. ആൻഡ് ഹി കിൽഡ് എ ലോട്ട് ഓഫ് ജൂദാസ്, ജൂതന്മാരെ കൊന്നൊടുക്കിയ രാജാവാണ്. അതേപോലെ തന്നെ ഹി അറ്റാക്ഡ് എ ലോട്ട് ഓഫ് കിങ്ഡംസ് ടു എക്സ്പാൻഡ് ഹിസ് കിങ്ഡം. തന്റെ രാജ്യം വികസിപ്പിക്കാൻ വേണ്ടി ഒരുപാട് രാജ്യങ്ങളെ ആക്രമിച്ച് കീഴടക്കിയ വ്യക്തിയാണ്. ആൻഡ് ഹി ഡിസ്ട്രോയ്ഡ് എ ടെമ്പിൾ ആൻഡ് ക്യാപ്ചർഡ് എ ലോട്ട് ഓഫ് പീപ്പിൾ ഇൻക്ലൂഡിംഗ് ഡാനിയൽ ആൻഡ്
ലോട്ട് ഓഫ് പീപ്പിൾ. ഡാനിയല് അതേപോലെ കുറച്ച് ആളുകളെയൊക്കെ അദ്ദേഹം തടവുകാരായിട്ട് പിടിക്കുകയും അങ്ങനെ ഒരു പ്രധാനപ്പെട്ട ഒരു പള്ളി ആക്രമിച്ച് കീഴ്പ്പെടുത്തി അവിടെയുള്ള വിശിഷ്ട സാധനങ്ങളൊക്കെ എന്താണ് പിടിച്ചെടുത്ത ഒരു വ്യക്തിയാണ്. അത്രത്തോളം ക്രൂരനായ മനുഷ്യനാണ് നെബൂഖദ്നേസർ. അപ്പോ ഈ ക്രൂരനായ മനുഷ്യൻ കാണുന്ന സ്വപ്നം, ആദ്യത്തെ സ്വപ്നം ഒരു സ്റ്റാച്യു, ഒരു പ്രതിമ, അതായത് ദാറ്റ് സ്റ്റാച്യു ഇസ് മെയ്ഡ് ഓഫ് ഡിഫറെന്റ് മെറ്റീരിയൽസ്, പലതരത്തിലുള്ള മെറ്റീരിയൽസ് കൊണ്ട്, അതായത് ഒരുപാട് ലോഹങ്ങൾ, പല ലോഹ സങ്കരങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയ ഒരു സ്റ്റാച്യു ആണ്, വലിയ പ്രതിമയാണ്. ആ പ്രതിമ അദൃശ്യമായ ഒരു കരത്തിന്റെ കൈയാൽ തകർക്കപ്പെടുന്നു. അതാണ് ആദ്യത്തെ സ്വപ്നം. ആൻഡ് ദ നെക്സ്റ്റ് ഡ്രീം ഇസ് എ ഹ്യൂജ് ആൻഡ് ബിഗ് ട്രീ, ഒരു വലിയ മരം, നല്ല ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ള ഒരു വലിയ മരം, ദാറ്റ് വാസ് ചോപ്ഡ് ഡൗൺ ആൻഡ് ഇറ്റ് ഈസ് ഫോളോഡ് ബൈ 7 years ഓഫ് പണിഷ്മെന്റ്. ഒരു വലിയ മരം, ആ മരം മുറിക്കപ്പെടുന്നു. ആ മുറിക്കപ്പെട്ടതിന് ശേഷം 7 വർഷം പണിഷ്മെന്റ് കിട്ടുന്നു. ഇതാണ് രണ്ടാമത്തെ സ്വപ്നം. ആൻഡ് ഹി ഇൻവൈറ്റഡ് എ ലോട്ട് ഓഫ് പീപ്പിൾ ടു ഇന്റർപ്രറ്റ് ദിസ് ഡ്രീം. ഈ ഒരു സ്വപ്നം അതിന്റെ അർത്ഥം എന്താണെന്ന് വ്യാഖ്യാനിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേരെ അദ്ദേഹം ക്ഷണിക്കുന്നു. പക്ഷേ ആർക്കും ഈ ഒരു സ്വപ്നം വ്യാഖ്യാനിക്കാൻ സാധിച്ചില്ല. ആൻഡ് ഇറ്റ് വാസ് ഡാനിയൽ ഹു ഇന്റർപ്രറ്റഡ് ദ ഡ്രീം. ഡാനിയലാണ് ഈ ഒരു സ്വപ്നം വ്യാഖ്യാനിക്കുന്നത്. അതായത് ഈ സ്റ്റാച്യു എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ കിങ് ഹിംസെൽഫ്, രാജാവ് തന്നെയാണ് ആ ഒരു സ്റ്റാച്യു. അതേപോലെ രാജാവിനെ പിന്തുടർന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞു, ഹി അറ്റാക്ഡ് എ ലോട്ട് ഓഫ് കിങ്ഡംസ് ടു എക്സ്പാൻഡ് ഹിസ് ഓൺ കിങ്ഡം. തന്റെ രാജ്യം വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് രാജ്യങ്ങളെ കീഴ്പ്പെടുത്തിയതാണ്. അപ്പോ അദ്ദേഹം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രാജ്യം ആക്രമിക്കപ്പെടും. ആൻഡ് ഹിസ് കിങ്ഡം ഇസ് ഫോളോഡ് ബൈ അലക്സാൻഡ്രിയൻ, റോമൻ ആൻഡ് പേർഷ്യൻ കിങ്ഡംസ്. അദ്ദേഹത്തിന്റെ രാജ്യങ്ങളെ ആക്രമിക്കുന്നത് പേർഷ്യൻ, അലക്സാൻഡ്രിയൻ, അതേപോലെ റോമൻ രാജ്യങ്ങളായിരിക്കും. അദ്ദേഹത്തിന്റെ രാജ്യത്തെ ആക്രമിക്കുക, അതാണ് ഒരു സ്വപ്നം. ആൻഡ് നെക്സ്റ്റ് ഡ്രീം, അതിന്റെ ഇന്റർപ്രിട്ടേഷൻ ഡാനിയൽ പറയുന്നത് ദ ഹ്യൂജ് ട്രീ എന്നത് അദ്ദേഹത്തിന്റെ കിങ്ഡമാണ്, ദാറ്റ് വിൽ ബി ഡിസ്ട്രോയിഡ്. ആ രാജ്യം നശിപ്പിക്കപ്പെടും. ആൻഡ് 7 years ഓഫ് ഇംപ്രിസൺമെന്റ് പറയുന്നത്, അല്ലെങ്കിൽ പണിഷ്മെന്റ് പറയുന്നുണ്ട്. അതെന്നത് ദ കിങ് ഗോട്ട് മാഡ്, അല്ലെങ്കിൽ ദ ഇൻസാനിറ്റി ഓഫ് ദ കിങ്, രാജ്യം നഷ്ടപ്പെട്ട രാജാവ് ഭ്രാന്തനായി മാറും. ആ 7 വർഷം അദ്ദേഹം ഭ്രാന്തനായി നടക്കുന്ന ആ അവസ്ഥയാണ് 7 years ഓഫ് പണിഷ്മെന്റ്. അതാണ് നമ്മളുടെ ഡാനിയല് വിവരിക്കുന്നത്. ബിയാട്രിസ് പറയുന്നത് ഷീ ഈസ് ജസ്റ്റ് ലൈക്ക് ഡാനിയൽ ഹു ഇന്റർപ്രറ്റഡ് ദ ഡ്രീംസ് ഓഫ് നെബൂഖദ്നേസർ. നെബൂഖദ്നേസറുടെ സ്വപ്നങ്ങൾ വ്യാഖ്യാനിച്ച ഡാനിയലിന്റെ അവസ്ഥയാണ് തനിക്ക്, അതായത് ഡാനിയലിനെ പോലെയാണ് താൻ. കാരണം ഷീ ഹാസ് ടു ക്ലിയർ ഓൾ ദ ഡൗട്ട്സ് ഓഫ് ഡാൻഡെ. ഡാൻഡെയുടെ എല്ലാ സംശയങ്ങളും ദൂരീകരിക്കേണ്ട ഉത്തരവാദിത്വം ബിയാട്രിസിനാണ്. ആൻഡ് ഇൻ കാൻഡോ 4 is really a spiritual and intellectual journey to find the truth. As Dante and Beatrice are ascending into the heaven, some doubts occur in Dante. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. And the first one is both Piccarda and Constance were forcibly prevented from fulfilling their vows. ഇനി നമ്മളുടെ 2 പ്രധാനപ്പെട്ട സംശയങ്ങളാണ് ഡാന്റെക്കുള്ളതെന്ന് പറഞ്ഞു. അങ്ങനെ ബിയാട്രിസിനോടൊപ്പം ഡാന്റെ സ്വർഗത്തിലേക്ക് പോകുന്ന സമയത്ത് ഡാന്റെ കാണുന്നത് പിക്കാർഡ ആൻഡ് കോൺസ്റ്റൻസ്, പിക്കാർഡയെയും കോൺസ്റ്റൻസ് എന്ന 2 കന്യാസ്ത്രീകളാണ്. അവരെ കാണുന്നു. അവരെ കുറിച്ചുള്ള സംശയമാണ്. ആൻഡ് അവരുടെ പ്രതിജ്ഞ, they want to be nuns. അവരാഗ്രഹിച്ചത് കന്യാസ്ത്രീകളാകാനായിരുന്നു ആഗ്രഹിച്ചത്. ബട്ട് they were forced to retreat from their vows and marry, and thus they break their vows. ഈ കന്യാസ്ത്രീകളാകാൻ ആഗ്രഹിച്ച പിക്കാർഡോയും കോൺസ്റ്റൻസും കന്യാസ്ത്രീ മഠത്തിലൊക്കെ ചേർന്നു. പക്ഷെ അവർക്ക് അവിടെ കണ്ടിന്യൂ ചെയ്യാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അതായത് അവരുടെ മാതാപിതാക്കളും കുടുംബക്കാരും ഒക്കെ നിർബന്ധിച്ചിട്ട് കല്യാണം കഴിപ്പിച്ചു. കല്യാണം കഴിച്ചതോടുകൂടി they had to break their chastity.
അവരുടെ ആ ഒരു പരിശുദ്ധി ഖനികാത്വം നഷ്ടപ്പെട്ടു. അങ്ങനെ അവര് ദൈവത്തിന് കൊടുത്ത വാക്ക് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ആഗ്രഹം അവർക്ക് ഇല്ലാതാക്കേണ്ടി വന്നു, അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹത്തിനനുസരിച്ച് പോകാൻ പറ്റിയില്ല. ഇതാണ് സംഭവം. And Picardo and Constance joined in a convent to become nuns, but they were forced by their parents to become married girls, and thus they broke their vows of chastity. നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. And Picardo reveals that she is in the moon, that is the lowest sphere. പിക്കാർഡോയെ ഡാൻഡെ കാണുന്നത് മൂണിലാണ്. മൂണെന്ന് പറയുന്നത് ലാസ്റ്റ് സ്പിയർ ആണ്, സ്വർഗത്തിന്റെ ലാസ്റ്റ് സ്പിയർ ആണ്. And Beatrice informs him that both Picardo and Constance are in the empyrean, the highest or the topmost part of the heaven. ഈ സംശയത്തിൽ, അതായത് ഡാൻഡെ ചോദിക്കുന്നത് ഈ പിക്കാർഡോയും നമ്മളുടെ കോൺസ്റ്റൻസും അവർ കന്യാസ്ത്രീമാരാകാൻ ആഗ്രഹിച്ചതാണ്, പക്ഷേ മറ്റുള്ളവരുടെ നിർബന്ധം കാരണം they had to obey others and become housewives. അങ്ങനെ ആകേണ്ടി വന്നു. അത് അവരുടെ സന്തുഷ്ടപ്രകാരമല്ല, മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ്. ബട്ട് ദേ ആർ പ്ലേസ്ഡ് ഇൻ ദി ലാസ്റ്റ് പാർട്ട് ഓഫ് ഹെവൻ. അങ്ങനെയുള്ള അവരെ, അതായത് മറ്റുള്ളവരുടെ പ്രേരണ കൊണ്ടാണ് അവർ അവരുടെ സ്വപ്നത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയാഞ്ഞത്. അങ്ങനെയുള്ള അവരെ കാണപ്പെട്ടത് സ്വർഗത്തിന്റെ ഏറ്റവും ലോവസ്റ്റ് പാർട്ടിലാണ്. അത് സത്യമാണോ? അങ്ങനെയാണെങ്കിൽ മറ്റുള്ളവരുടെ പ്രേരണ കൊണ്ട് നമ്മൾ ചെയ്യുന്ന കുറ്റങ്ങളും പരിഗണിക്കപ്പെടില്ലേ എന്ന ആ ഒരു ചോദ്യമാണ്. അതിന് മറുപടിയായിട്ട് ബിയാട്രിസ് പറയുന്നത് ദേ ആർ ഓൾ ഇൻ ദി എംപീരിയൻ. എംപീരിയൻ എന്ന് പറയുന്നത് സ്വർഗത്തിന്റെ മെയിൻ പാർട്ടാണ്, ഫസ്റ്റ് പാർട്ടാണ്. അവിടെയാണ് എല്ലാ ബ്ലെസ്ഡ് സോൾസും ഉള്ളത്. ആത്മാക്കൾ എല്ലാവരും നല്ല നല്ല, അല്ലെങ്കിൽ അവിടെ എത്തിച്ചേർന്ന, സുഖത്തിൽ എത്തിച്ചേരുന്ന എല്ലാ ആത്മാക്കളും അവിടെയാണ് ഉണ്ടാകുക. ബട്ട് ദേ ആർ പ്രൊജക്റ്റഡ് ഇൻ ദ ലോവർ പാർട്ട്. പക്ഷെ അവര് ആ ലോവർ പാർട്ടിലാണ് പ്രൊജക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. കാരണം അവര് മറ്റുള്ളവരുടെ നിർബന്ധം ഉണ്ടായിട്ട് അവരവരുടെ വാക്കിൽ നിന്ന് വ്യതിചലിച്ചവരാണ്. മറ്റുള്ളവരുടെ പ്രേരണയ്ക്ക് നമ്മൾ വഴങ്ങാൻ പാടില്ല. അങ്ങനെ പ്രേരണയ്ക്ക് വഴങ്ങിയാൽ നമ്മൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതിന്റെ പ്രൊജക്ഷനാണ് അവര് ലാസ്റ്റ് പാർട്ടിലുള്ളത്. പക്ഷെ യഥാർത്ഥത്തിൽ അവർ ഉൾപ്പെടുന്നത് എംപീരിയനിലാണ്. അതായത് നമ്മളുടെ രാമായണത്തിൽ പറയുന്ന പോലെ, അതായത് വാൽമീകി അദ്ദേഹത്തിന്റെ ആ ഒരു കഥ നമുക്കറിയാം. അതായത് കാട്ടാളനായിരുന്നു, പിടിച്ചുപറിക്കാരനായിരുന്നു. അപ്പൊ സന്യാസിമാര് വരുന്ന സമയത്ത് അവരെ ആക്രമിച്ച് അവരുടെ സമ്പത്തെടുക്കാൻ നോക്കുന്ന സമയത്താണ് ഒരു സന്യാസി ചോദിക്കുന്നത്, നീ ഈ ചെയ്യുന്ന പാപത്തിന്റെ ഫലം ആരെങ്കിലും ഷെയർ ചെയ്യോ? അപ്പൊ നീ ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ചോദിക്കുമ്പോൾ പറയുന്നു, എന്റെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടിയിട്ടാണ്. അന്നേരം ഈ കാട്ടാളനോട് ഈ മുനി ചോദിക്കുന്നു, ഒരു കാര്യം ചെയ്യൂ, ഇവിടെ തന്നെ ഉണ്ടാവും, നീ പോയി നിന്റെ ഭാര്യയോടും മക്കളോടും ചോദിക്കൂ, നീ ഈ ചെയ്യുന്ന ദുഷ്ടത്തരത്തിന് പ്രതിഫലം അവർ ഷെയർ ചെയ്യുമോ എന്ന് ചോദിക്കാൻ പറയുന്നു. അങ്ങനെ തിരിച്ചു പോകുന്ന രത്നാകരൻ അദ്ദേഹം പോയി ഭാര്യനോട് ചോദിക്കുന്നു, ഞാൻ ഈ ചെയ്യുന്ന ഈ ദുഷ്ടത്തരത്തിന്റെ പങ്ക് ഷെയർ ചെയ്യോ? ഇപ്പൊ ആ സ്വത്ത് അല്ലെങ്കിൽ ആ ഒരു കിട്ടുന്ന ആ ഒരു സമ്പത്ത് ഷെയർ ചെയ്യുന്നത് പോലെ ഞാൻ ചെയ്യുന്ന പാവം ഷെയർ ചെയ്യുമെന്ന് ചോദിക്കുന്ന സമയത്ത് ഭാര്യ പറയുന്നു, അത് പറ്റില്ല. ആ മറുപടി കേട്ടിട്ട് തിരിച്ചു വന്ന കാട്ടാളൻ രത്നാകരൻ സന്യാസിയോട് പറയുന്നു. അപ്പോ അതിനും ആ ഒരു കുറ്റബോധത്തിൽ ഞാൻ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് രത്നാകരൻ ചോദിക്കുമ്പോഴാണ്, നീ ഒരു കാര്യം ചെയ്യൂ, രാമരാമാന്ന് ജപിച്ചിരിക്കാൻ പറയുന്നു. പക്ഷെ രാമരാമാന്ന് വഴങ്ങാത്തത് കൊണ്ട് മരാന്ന് വേഗത്തിൽ പറയൂ. അങ്ങനെ മരാന്ന് പറയുന്ന സമയത്ത് അത് രാമരാമ എന്നാകുന്നു. അങ്ങനെ ആ ഒരു ചിതൽപുറ്റ്, ആ ഒരു സംഭവം, അതായത് അങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് മരാന്ന് പറഞ്ഞ് അവിടെ ചിതൽപുറ്റുണ്ടായി എന്നും ആ ചിതൽപുറ്റിനുള്ളിൽ ഇരുന്ന് ആ ഒരു രത്നാകരൻ ഇങ്ങനെ മര എന്നുള്ള സൗണ്ട് കേട്ടിട്ട് തിരിച്ചു വരുന്ന സന്യാസിമാര് ആ ചിതൽപുറ്റ് പൊട്ടിക്കുകയും അങ്ങനെ ചിതൽപുറ്റിൽ നിന്ന് വാൽമീകത്തിൽ നിന്ന് വന്നതുകൊണ്ട് വാൽമീകി എന്ന പേര് കൊടുത്തു എന്നൊക്കെ പറയപ്പെടുന്ന കഥയുണ്ട്. അപ്പൊ അതേപോലെ തങ്ങളുടെ കുറ്റമല്ല, മറ്റുള്ളവർ പറഞ്ഞ ആ ഒരു കുറ്റത്തിന് അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞ ആ ഒരു ഉത്തരവാദിത്വത്തിൽ സ്വന്തം വാക്കിൽ ഉറച്ചു നിൽക്കാത്ത ആളുകളാണ് അവര്. മറ്റുള്ളവരുടെ പ്രേരണ കൊണ്ടാണെങ്കിലും പിക്കാർഡോയും കോൺസ്റ്റൻസും അങ്ങനെയുള്ള ആളുകളാണ്. ആരുടെ ചേഞ്ച് ദെയർ വേർഡ്സ് ആൻഡ് വേർഡ്സ് അക്കോർഡിംഗ്ലി, അവരുടെ വാക്കുകൾ അവര് സന്ദർഭത്തിനനുസരിച്ച് മാറ്റേണ്ടതായിട്ട് വന്നു. ആൻഡ് ദ സെക്കൻഡ് ഡൗട്ട് ഈസ് ദാറ്റ് പ്ലാറ്റോ സെഡ് ദാറ്റ് ദ സോൾസ് റിട്ടേൺ ടു ദെയർ റെസ്പെക്റ്റീവ് സ്റ്റാർസ് ആഫ്റ്റർ ഡെത്ത്. രണ്ടാമത്തെ സംശയം പ്ലേറ്റോ പറഞ്ഞതാണ്. പ്ലേറ്റോ പറഞ്ഞു, നമ്മള്
വന്ന നക്ഷത്രത്തിൽ നിന്ന് തന്നെ, അതായത് നമ്മളൊരു നക്ഷത്രത്തിൽ നിന്നാണ് നമ്മൾ ഭൂമിയിലേക്ക് വരുന്നത്. ആ നക്ഷത്രത്തിലേക്ക് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ആത്മാക്കൾ തിരിച്ചു പോകുമെന്നാണ് പ്ലേറ്റോ പറഞ്ഞത്. ഇതും ശരിയാണോ? ഇത് രണ്ടുമാണ് അദ്ദേഹത്തിന്റെ സംശയങ്ങൾ. ഇത് സാധാരണ എക്സാമിൽ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ആൻഡ് ബിയാട്രിസ് റിവീൽസ് ദാറ്റ് ഓൾ സെറാസ് ആൻഡ് ദ ഗ്രേറ്റ് സെയിൻസ് ലൈക്ക് മോസസ്, Samuel, Apostle John, John the Baptist, and even Virgin Mary stay in the Empyrean, that is the first circle. ഇതിന് മറുപടി പറയുന്നു. ആദ്യത്തെ സംശയത്തിന് മറുപടി ബിയാട്രിസ് പറയുന്നത്, എല്ലാ ആത്മാക്കളും ബ്ലെസ്ഡ് സോഴ്സ്, അതായത് പ്രോഫറ്റുകൾ, പ്രവാചകന്മാര്, സെറാഫുകള്, അതേപോലെ തന്നെ ശ്രേഷ്ഠരായിട്ടുള്ള പ്രവാചകന്മാർ, അതായത് മോശ, അതേപോലെ സാമുവൽ, അപ്പോസ്റ്റൽ ജോൺ, അതേപോലെ തന്നെ ജോൺ ദ ബാപ്റ്റിസ്റ്റ്, സ്നാപക യോഹന്നാൻ, അതേപോലെ വേർജിൻ മേരി, കന്യാമറിയം, ഇവരൊക്കെ ഉള്ളത് എംപീരിയൻ എന്ന ആ ഒരു ഫസ്റ്റ് പാർട്ടിലാണ്, ടോപ്പ് മോസ്റ്റ് പാർട്ടാണ്, അവിടെയാണ് ഉള്ളത്. ആൻഡ് ഷീ ഓൾസോ റിവീൽസ് ദാറ്റ് മെൻ കമ്പൽഡ് ബൈ ദ ഫിയർ ഓർ ലവ് ടു ഡു തിങ്സ് ദാറ്റ് ആർ ബാഡ് ഇൻ ദെയർ ഐസ് ടു അവോയ്ഡ് ഡേഞ്ചർ. ബിയാട്രിസ് പറയുന്നു, മനുഷ്യര് ഒന്നുകിൽ പേടി കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരോടുള്ള സ്നേഹം കൊണ്ടായിരിക്കാം അവരുടെ കണ്ണിൽ മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ നിർബന്ധിക്കപ്പെടുന്നു. അതായത് നമ്മളുടെ പാരന്റ്സ് ആവശ്യപ്പെട്ടിട്ട്, അല്ലെങ്കിൽ മറ്റുള്ള നമ്മൾ ഇഷ്ടപ്പെടുന്നതാണെങ്കിലും നമ്മളോട് പറഞ്ഞിട്ട് തെറ്റായിട്ടുള്ള ഒരു കാര്യം നമ്മൾ ചെയ്യേണ്ടി വരുന്നു. അതായത് ഇവര് സ്വന്തം വാക്കിൽ ഉറച്ചു നിൽക്കാൻ കഴിയാതെ പിക്കാഡോയും കോൺസ്റ്റൻസും ചെയ്ത പോലെ ഇത് തെറ്റായ കാര്യമാണ്. അതായത് അത് അവരാഗ്രഹിച്ചത് കന്യാസ്ത്രീ ആവാനാണ്, അത് അവരുടെ കണ്ണിൽ തെറ്റാണ്. പക്ഷേ മറ്റുള്ളവർ ആ ഒരു നിർബന്ധത്തിൽ അവരത് അനുസരിക്കേണ്ടതായി വരുന്നു. ആൻഡ് ബോത്ത് പിക്കാഡോ ആൻഡ് കോൺസ്റ്റൻസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദിസ് കാറ്റഗറി. ആൻഡ് ദേ വേർ റിയലി ഫോഴ്സ്ഡ് ടു മാരി ആൻഡ് ബ്രേക്ക് ദെയർ റൂൾസ് സോ ദേ കനോട്ട് ബി പണിഷ്ഡ്. അതുകൊണ്ട് ബിയാട്രിസ് പറയുന്നു, അവർ മറ്റുള്ളവരുടെ ആഗ്രഹം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ താല്പര്യത്തിന് വഴങ്ങിയതാണ്, അതുകൊണ്ട് നമുക്ക് അവരെ ഒരിക്കലും ശിക്ഷിക്കാൻ കഴിയില്ല. ആൻഡ് ഡിവൈൻ ജസ്റ്റിസ് ഈസ് ഡിഫറെന്റ് ഫ്രം ഹ്യൂമൻ ജസ്റ്റിസ്. അതേപോലെ പറയുന്നു, ഡിവൈൻ ജസ്റ്റിസ് എന്നത് ഹ്യൂമൻ ജസ്റ്റിസ്, മനുഷ്യന്റെ നീതിയും ദൈവത്തിന്റെ നീതിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ആൻഡ് പിക്കാഡോ വാസ് എ മെമ്പർ ഓഫ് ഡൊണാറ്റി ഫാമിലി. ഇനി പിക്കാഡോയുടെ കഥ പറയുന്നു. പിക്കാഡോ ഡൊണാറ്റി ഫാമിലിയിൽ ഉൾപ്പെട്ട ഒരു അംഗമാണ്. ആൻഡ് ഷീ ഫ്ലഡ് ഫ്രം ഹോം ടു ജോയിൻ ദ ഓർഡർ ഓഫ് സെയിന്റ് ക്ലെയർ ഇൻ ദ കോൺവെന്റ് ഓഫ് സാന്റാ മറിയ ലൊക്കേറ്റഡ് ഇൻ ഫ്ലോറൻസ്. ഈ സാന്റാ മരിയ ഫ്ലോറൻസിലുള്ള ആ കോൺവെന്റിലേക്ക് അവര് വീട്ടിൽ നിന്ന് ഓടി വരുന്നതാണ്, ടു ബിക്കം എ നൺ, ഒരു കന്യാസ്ത്രീയാകാൻ വേണ്ടിയിട്ട്. ആഫ്റ്റർ ആൻ ഇയർ ഹർ ബ്രദർ കോർസോ ഡൊണാറ്റി ഫോഴ്സ്ഡ് ഹർ ടു മാരി റോസാലിൻ ഡെല്ല ടോസ ഫോർ personal and political interests, that is to strengthen the alliance of Donati with the Della Tosa family. അങ്ങനെ ഒരു വർഷം അവര് ഫ്ലോറൻസിലെ ആ കോൺവെന്റിൽ നിൽക്കുന്നു. ഒരു വർഷത്തിന് ശേഷം അവരുടെ സഹോദരൻ കോർസ ഡൊണാറ്റി, അയാള് ഈ പിക്കാഡോയെ നിർബന്ധിക്കുന്നു. എന്തിനാണ്? ടു മാരി റോസാലിൻ ഡെല്ല ടോസ, റോസാലിനോ ഡെല്ല ടോസ എന്ന വ്യക്തിയെ വിവാഹം കഴിക്കാൻ. കാരണം ടോസ ഫാമിലി എന്നുള്ളത് വളരെ ഹൈ ഫാമിലിയാണ്, പൊളിറ്റിക്കൽ കാരണങ്ങളാണ്. കാരണം ഈ ഒരു രണ്ട് ഫാമിലിയും തമ്മിൽ ചേർന്ന് കഴിഞ്ഞാൽ ആ ഒരു സ്ട്രെങ്ത് കിട്ടും, അതായത് പൊളിറ്റിക്കലി അവർക്ക് പവർ ഉണ്ടാവും. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കല്യാണം നടത്തണം എന്ന് പറയുന്നത്. അതിന് ഇവര് വഴങ്ങുന്നു. ആൻഡ് ദാറ്റ് തിങ്സ് ദാറ്റ് ഈവൻ ദ ബ്ലെസ്ഡ് സോൾസ് ഹാഡ് diversified bliss depending on the quality of the virtuous life they lived on earth. ഇനി ഡാന്റെയുടെ മറ്റൊരു സംശയം, വെർച്വസ് ലൈഫ് ആണെങ്കിൽ തന്നെയും അവരുടെ, അതായത് അവരുടെ ഇഷ്ടപ്രകാരം അല്ല എങ്കിൽ തന്നെയും അവരുടെ ലൈഫിന്റെ ക്വാളിറ്റി അനുസരിച്ചായിരിക്കും ഓരോ ആളിനും സ്ഥാനമുണ്ടാകുക, സ്വർഗത്തിൽ സ്ഥാനമുണ്ടാകുക എന്നും സംശയം പ്രകടിപ്പിക്കുന്നു. And Beatrice reveals that it is wrong, as well as blessed souls enjoy the same bliss as they dwell in the empyrean and the highest place in heaven. ഈ സമയത്ത് ബിയാട്രിസ് പറയുന്നു, അങ്ങനെയല്ല, എല്ലാ ആത്മാക്കളും, സ്വർഗത്തിലെത്തുന്ന എല്ലാ ആത്മാക്കളും ഒരുപോലെയാണ്. അവര് ആ എംപീരിയനിൽ ചിലപ്പോ ഈ ലോവസ്റ്റ് പാർട്ടിലൊക്കെ ആയിരിക്കും നിൽക്കുന്നത്, പക്ഷേ they all enjoy
ദ ബ്ലിസ് ഇൻ എംപീരിയൻ, ആ ബ്ലിസ് ആൻഡ് സുപ്പീരിയോറിറ്റി, ആ ഒരു അനുഗ്രഹം, ആ ഒരു ഇക്വാലിറ്റി, എല്ലാവരും തുല്യരാണ്, സുഖത്തിൽ എത്തുന്ന എല്ലാവരും തുല്യരാണ്. ചില സമയത്ത് അവരെ നമുക്ക് അവിടെ ഇവിടെയൊക്കെ കാണാമെങ്കിലും എല്ലാവരും എംപീരിയനിലുള്ള ആളുകളാണ്. And Dante sees constants in the moon, the lowest sphere in heaven, and it aroused another doubt. And the souls return after to the respective stars that they came from, as Plato said. ഇനി കോൺസ്റ്റൻസിനെ കാണുന്നതും ഈ മൂണിലാണ്, ലോവസ്റ്റ് പാർട്ടായിട്ടുള്ള സ്വർഗത്തിന്റെ ലോവസ്റ്റ് പാർട്ടാണ്, അവിടെയാണ് കോൺസ്റ്റന്റിനെ കാണുന്നതും. കോൺസ്റ്റൻസും ഇതേപോലെ രണ്ടാവാൻ ആഗ്രഹിച്ചതാണ്. ഈ ഒരു ക്വസ്റ്റ്യനും ചോദിക്കാം, അതായത് ദ സ്റ്റോറി ഓഫ് പിക്കാഡോ ആൻഡ് കോൺസ്റ്റൻസ്, അതും ചോദിക്കാവുന്നതാണ്. ആൻഡ് ഇനി രണ്ടാമത്തെ ചോദ്യമാണ്, പ്ലേറ്റോ പറഞ്ഞു ഓൾ അവർ സോൾസ് റിട്ടേൺ ടു അവർ റെസ്പെക്റ്റീവ് സ്റ്റാർസ് ആഫ്റ്റർ ഡെത്ത്. മരണത്തിന് ശേഷം നമ്മളുടെ ആത്മാക്കൾ ആ നക്ഷത്രത്തിലേക്ക് തിരിച്ചു പോകും എന്നുള്ള സംശയം. ആൻഡ് ഇറ്റ് ഈസ് ഡിഫറെന്റ് ഫ്രം ദ സ്കീം ഓഫ് ഗോഡ്. ബിയാറ്റിസ് പറയുന്നു ഇറ്റ് ഈസ് റോങ്, അതങ്ങനെയല്ല. കാരണം according to the Bible, good people after their death were taken to heaven and bad people were thrown into hell. ബൈബിൾ പ്രകാരം നല്ല ആളുകൾ, നല്ല പ്രവൃത്തി ചെയ്ത ആളുകൾ സ്വർഗത്തിലേക്കും മോശം പ്രവൃത്തി ചെയ്ത ആളുകൾ നരകത്തിലേക്കുമാണ് കടന്നു പോകേണ്ടി വരുന്നത്. അല്ലാതെ അവർക്ക് പ്രത്യേകിച്ചിട്ട് സ്റ്റാറില്ല, അല്ലെങ്കിൽ ആ ഒരു സ്റ്റാറിലേക്ക് തന്നെ മടങ്ങും, അങ്ങനെയൊന്നും ഇല്ല. അതായത് പ്ലേറ്റോ പറഞ്ഞത് ഓരോ ആളും അവരവരുടെ സ്റ്റാർ, അവരെവിടെ നിന്നാണോ വന്നത് ആ സ്റ്റാറിലേക്ക് തിരിച്ചു പോകുന്നതാണ്. പക്ഷെ ബിയാറ്റിസ് പറയുന്നു ഇറ്റ് ഈസ് ജസ്റ്റ് അഗേൻസ്റ്റ് ദ കൺവെൻഷൻസ് അക്കോർഡിംഗ് ടു ക്രിസ്ത്യാനിറ്റി. ക്രിസ്ത്യാനിറ്റി പ്രകാരമുള്ള ആ ഒരു കൺവെൻഷനെതിരാണ്. കാരണം ക്രിസ്ത്യാനിറ്റി പറയുന്നത് എന്താണ്, ദൈവം പറയുന്നത് നല്ല മനുഷ്യര് സ്വർഗത്തിൽ പോകും, മോശം മനുഷ്യര് നരകത്തിൽ പോകുന്നതാണ്. ആൻഡ് ഇൻ ദ കൺക്ലൂഡിംഗ് പാർട്ട് there are mentioning about our intellect and faith. ഇനി ഈ കാൻഡോ 4 അവസാനം നമ്മളുടെ ഇന്റലക്റ്റിനെ കുറിച്ചും നമ്മളുടെ ബുദ്ധിയെ കുറിച്ചും നമ്മളുടെ സത്യത്തെക്കുറിച്ചും സത്യത്തിന്റെ അന്വേഷണത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ആൻഡ് അവർ ഇന്റലക്ട് ഈസ് ഓൾവേസ് ട്രൈങ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ് ആൻഡ് ഫൈൻഡ് ആൻസേഴ്സ്. നമ്മളുടെ ബുദ്ധി എല്ലായ്പ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുന്നു, അതിനനുസരിച്ച് മറുപടി, ആ ഒരു മറുപടി അന്വേഷിച്ച് കണ്ടെത്തുന്ന, അതായത് മനുഷ്യന്റെ ക്വസ്റ്റ് ഫോർ നോളജ്, അറിവിന് വേണ്ടിയുള്ള ആ ആഗ്രഹമാണ് എല്ലാ മനുഷ്യർക്കുമുള്ളത്. ആൻഡ് ഇറ്റ് ഈസ് സെർച്ചിങ് ഫോർ ദ ട്രൂത്ത് ആൻഡ് ദ സുപ്രീം ട്രൂത്ത്. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരങ്ങൾ കണ്ടുപിടിച്ച് അവസാനം ദ മാൻ ends in the supreme or the merges in the supreme truth. അവസാനം കുറെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് പരമമായ സത്യം കണ്ടെത്തുന്നു. അതായത് താൻ തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു പരമമായ സത്യം നമ്മുടെ മാസ്ലോയുടെ തിയറി പറയുന്ന സമയത്ത് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്ന 5ാമത്തെ കാറ്റഗറി ഉണ്ട്. അതായത് കുറെ സാധനങ്ങൾ, അതായത് ബേസിക് നീഡ്സ്, സോഷ്യൽ ആൻഡ് റിലേഷൻസ്, അല്ലെങ്കിൽ സെക്യൂരിറ്റി നീഡ്സ്, അങ്ങനെ ഓരോ നീഡ്സും നമ്മൾ കടന്നതിന് ശേഷം 5ാമത് നമ്മൾ എത്തുന്നത് സെൽഫ് ആക്ച്വലൈസേഷൻ ആണ്, ആ ഒരു ആത്മസാക്ഷാത്കാരം. അവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ പരമമായ സത്യത്തിൽ ലയിക്കുകയാണ്. ആ ഒരു ഈശ്വരൻ താൻ തന്നെയാണെന്ന് അറിയാതെ തൻ്റെ തന്നെ ഉള്ളിൽ ഈശ്വരൻ ഉണ്ട് എന്ന്, അല്ലെങ്കിൽ ആ ഒരു പരമമായ സത്യം, യൂണിവേഴ്സൽ ട്രൂത്ത്, അല്ലെങ്കിൽ യൂണിവേഴ്സൽ എന്താ പറയാ, ആ ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് തന്നെയാണത്. പരമമായ ലക്ഷ്യം, നമ്മൾ നമ്മളെ അറിയുക, അല്ലെങ്കിൽ ഈശ്വരൻ, ആ ഒരു ലക്ഷ്യം അറിയുക, അത് തന്നെയാണ്. ആഫ്റ്റർ ആസ്കിങ് ആൻഡ് ഫൈൻഡിങ് മെനി ക്വസ്റ്റ്യൻസ് വി അറ്റ് ലാസ്റ്റ് merges in the ultimate truth, that is the supreme truth, and it will rest contented just like a wild creature in the den. ആ ഒരു പരമമായ സത്യത്തിൽ നമ്മൾ എത്തുന്ന സമയത്ത് it will rest just like a wild creature in den. ആ ഒരു കൂട്ടിനുള്ളിൽ അകപ്പെട്ട വന്യജീവിയെ പോലെ അടങ്ങി അത്, അല്ലെങ്കിൽ നമ്മുടെ ഇന്റലക്റ്റ് ആണ് പറയുന്നത്, നമ്മുടെ ബുദ്ധി പിന്നീട് മറ്റു ചോദ്യങ്ങളൊന്നും ചോദിക്കാതെ അവിടെ അടങ്ങിയിരിക്കും. ആ പരമമായ സത്യത്തിൽ എത്തുന്നിടത്തോളം നമ്മളിങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും, ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകും. ആൻഡ് ഇൻകംപ്ലീറ്റ് ട്രൂത്ത്സ് ലീഡ് ടു ക്വസ്റ്റ്യൻസ് after questions, and at last the ultimate truth is revealed. And at last he asks that if a wrong action can be compensated with many good deeds. അവസാനമായി ഡാന്റെ ഒരു ചോദ്യം കൂടി ചോദിക്കുന്നു. ആ ചോദ്യം, ഒരുപാട് നല്ല പ്രവൃത്തി ചെയ്ത് ആ നല്ല പ്രവൃത്തിയിലൂടെ നമ്മൾ ചെയ്ത ഒരു തെറ്റിനെ നമുക്ക് മറയ്ക്കാൻ സാധിക്കുമോ എന്നൊരു ചോദ്യം ചോദിക്കുന്നു. അതായത് ഇപ്പൊ നമ്മൾ ഒരു വലിയ തെറ്റ് ചെയ്തു,
ആ തെറ്റ് മറയ്ക്കാൻ വേണ്ടിയിട്ട്, അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ കുറെ നല്ല പ്രവൃത്തികൾ ചെയ്താൽ അത് തമ്മിൽ ഈക്വലായി മാറുമോ എന്ന് ചോദിക്കുന്നു. ആൻഡ് അറ്റ് ദിസ് ടൈം ബിയാട്രിസ് ലുക്ഡ് അറ്റ് ഹിം ഇൻ ഡിവൈൻ പവർ ആൻഡ് ലവ്. ഈ സമയത്ത് ഈ ചോദ്യം കേട്ട ഉടനെ ബിയാട്രിസ് അദ്ദേഹത്തെ ഒരു നോട്ടം നോക്കുന്നു. ആൻഡ് ഡാൻഡെ വാസ് ലോസ്റ്റ് ഹിംസെൽഫ് ഇൻ വണ്ടർ ആൻഡ് ഓൾ ഹിസ് ഡൗട്ട്സ് ലെഫ്റ്റ് ഹിം. ആ ഒരു നോട്ടത്തിൽ നമ്മുടെ ബിയാട്രിസ് വളരെ സ്നേഹത്തോടുകൂടി, അതേപോലെ തന്നെ ആ ഒരു ഡിവൈൻ പവറിൽ നോക്കുന്ന, ആ ദൈവിക ശക്തിയിൽ ബിയാട്രിസ് ഒന്ന് നോക്കുന്ന സമയത്ത് ഡാൻഡെയുടെ ഉള്ളിലുള്ള എല്ലാ സംശയങ്ങളും ദൂരീകരിക്കുന്നു ആ ഒരു നോട്ടത്തിലൂടെ. നമ്മൾ പറയാറുണ്ട്, മഹത്തായ അല്ലെങ്കിൽ മഹനീയരായിട്ടുള്ള ആളുകളുടെ ഒരു നോട്ടം, ആ ഒരു നോട്ടത്തിലൂടെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രവാചകന്മാര്, അവരുടെ ഒരു നോട്ടത്തിലൂടെ എല്ലാ സംശയങ്ങളും നീങ്ങി ആ ഒരു ആത്മസാക്ഷാത്കാരത്തിൽ എത്തുന്ന ഒരവസ്ഥ. ആ ഒരു സംശയങ്ങളൊക്കെ ഈ ബിയാട്രിസിന്റെ നോട്ടത്തിൽ അവസാനിക്കുന്നു. അങ്ങനെ ഡാൻഡെ സംശയമൊന്നുമില്ലാത്ത വ്യക്തിയായി മാറുന്നു. ഇതാണ് കാൻഡോ 4. ഇതിൽ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ്: വാട്ട് ആർ ദി 2 ഡൗട്ട്സ് ഓഫ് ഡാൻഡെ? ഡാൻഡെയുടെ 2 പ്രധാനപ്പെട്ട ഡൗട്ട്സ് ചോദിക്കാം. പിന്നീട് എക്സ്പ്ലെയിൻ ദ സ്റ്റോറി ഓഫ് പിക്കാഡോ ആൻഡ് കോൺസ്റ്റൻസ്, അത് ചോദിക്കാം. പിന്നെ ചോദിക്കാവുന്നത് എക്സ്പ്ലെയിൻ ദ കൺക്ലൂഡിംഗ് പാർട്ട് ഓഫ് കാൻഡോ 4. കാൻഡോ 4 അതേപോലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, അത് എങ്ങനെയാണ് എൻഡ് ചെയ്യുന്നതെന്ന് ചോദിക്കാം. പിന്നീട് ചോദിക്കാവുന്നത് ഡാനിയൽ ആൻഡ് നെബൂഖദ്നേസർ, അതേപോലെ തന്നെ ദ ഡ്രീം, അത് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദ ഡ്രീം. പിന്നീട് ചോദിക്കാവുന്നത് ഹൗ ബിയാട്രിസ് കമ്പയർ ഹെർസെൽഫ് ടു ഡാനിയൽ, ആ ഒരു ഡാനിയലും ബിയാട്രിസുമായിട്ടുള്ള കമ്പാരിസൺ എന്താണ്, അതിനെക്കുറിച്ച് വിവരിക്കാൻ ചോദിക്കാം. These are the main points. Hope you enjoyed it. Thank you.